ധൃതി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താ നല്ല മഴ, പെട്ടുപോയി. നാളെ ഒരു വിശേഷ ദിവസമാണ്, നാളത്തേക്കുള്ള എല്ലാ പരിപാടിയും സെറ്റാക്കണം. അങ്ങനെ മഴ മാറിയതിനു ശേഷം ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ? അതെ, തിരുവോണ ദിനത്തിനുള്ള പൂക്കളം ഇടുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ദേ നമ്മുടെ അരുൺമച്ചാൻ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായി. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സന്മനസ്സുള്ള കുമാരേട്ടൻ കുറച്ച് ഫുഡായിട്ട് എത്തി. ഭക്ഷണമാണ് പ്രധാനമെന്ന് പറഞ്ഞ് അപ്പു ഈ പേപ്പർ പൊതി പിടിച്ചു നിൽക്കുന്നത് എൻ്റെ ചേട്ടനാട്ടോ. ദിലീപേട്ടൻ എന്താ ഇങ്ങനെ നോക്കണേ? ഫുഡ് അടി കഴിഞ്ഞ് നമ്മുടെ അപ്പവും പിള്ളേരും പണി തുടങ്ങി. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ചാണകമായിട്ട് അരുണും കുമാരേട്ടനും എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ പൂക്കളം വരച്ചതിന് ശേഷം ചാണകം മെഴുകി തുടങ്ങി. കാണുന്ന പോലെയല്ല, നല്ല ബുദ്ധിമുട്ടാട്ടോ. വളരെ ശ്രദ്ധിച്ച് പൂക്കളം ഇടുന്ന കുമാരേട്ടനും അരുണും, അച്ഛനെ സപ്പോർട്ട് ചെയ്യാനെത്തിയ കുമാരേട്ടന്റെ മക്കളും, ചിലയിടത്ത് ഇങ്ങനെ പിന്നിങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത നമ്മുടെ പിള്ളേര്, ഭണ്ണാരത്തിൽ ചാരിടിക്കുന്ന കാർത്തിക്, പിള്ളേരെ പറ്റിച്ച് ഷോ കാണിക്കുന്ന ശ്രുതി. പൂക്കളം ഇപ്പൊ ഇവിടെ വരെയായി. മാറി നിക്കടാ, ഞാൻ ചാണകം മെഴുകാന്ന് പറഞ്ഞ് വിഷ്ണു ചേട്ടൻ. ചാണകം മെഴുകി കഴിഞ്ഞ ആഹ്ലാദത്തിൽ വൈബെടുക്കുന്ന വിഷ്ണു ചേട്ടനും കാർത്തിക്കും. ഏതൊക്കെ കളത്തിൽ ഏതൊക്കെ പൂവിടുമെന്ന് വിചാരിച്ച് കൺഫ്യൂഷനായിട്ട് ഞാനും. ഈ പൂക്കളത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള നടുഭാഗം പൂർത്തിയാക്കിയതിനു ശേഷം നമ്മളെല്ലാവരും കൂടെ അങ്ങിറങ്ങി. ശ്രീകുമാർ, സുധി, കാർത്തിക്, ആദർശ്, കർണൻ എല്ലാവരും പൊളിച്ചു. അങ്ങനെ പൂക്കളം ഇപ്പോൾ ഇവിടെ വരെ എത്തിച്ചു. മഴ പെയ്തിട്ടും ഷെഡ് ഉള്ളതുകൊണ്ട് ആർക്കും എന്നെ തടുക്കാനാവില്ലെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട്. പിന്നെ മഴയത്ത് പാട്ടിട്ടങ്ങ് ആസ്വദിച്ചു. അങ്ങനെ നമ്മുടെ പൂക്കളം കംപ്ലീറ്റ് ആവാറായി ഗൈസ്. ബാക്കി വന്ന പൂ കൊണ്ട് നമ്മൾ റോഡ് മൊത്തം അലങ്കരിച്ചു. ഞാൻ ആലോചിക്കുക, സത്യത്തിൽ എന്താണ് ഓണം? നല്ലോണം ഒരുങ്ങി ഓണാഘോഷത്തിന് പോയി കുറച്ച് ഫോട്ടോസും എടുത്ത് സദ്യയും കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് മൊബൈൽ നോക്കിയിരിക്കുക എന്നതല്ലാതെ ഇങ്ങനെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ ഒപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളത് എത്ര മനോഹരമാണ്. അതാണ് ഓണമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളും ഉറക്കം വന്നിട്ടാണെങ്കിൽ വയ്യ. ചാടിക്കുരുത്തോലിടുന്ന ആദർശും അത് കണ്ട് എന്തോ പോയ അണ്ണാനെ പോലെ കർണനും. അപ്പോൾ നമ്മുടെ പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ശേഷം